ചേച്ചിയുടെ ജീവിതത്തിൽ ഈ ക്രിസ്റ്റീൻ എന്ന് പറയുന്ന ആ ഒരു സംവിധാനം അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനം ആരംഭിക്കാൻ ഇടയായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ സംഭവം പറയാമോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സ്ലമ്മിലെ കുട്ടികൾ എന്നെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു. കുട്ടികൾക്ക് ഈശോയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും, അവരുടെ പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, പിന്നെ നേരത്തെ പറഞ്ഞ സന്ദേശങ്ങളുമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമ്മൾക്ക് നേതൃത്വം തരുന്നവരോടൊക്കെ അതേക്കുറിച്ച് ഷെയർ ചെയ്തു. അങ്ങനെ എനിക്ക് ഈ എറണാകുളത്ത് ഒരു പെൺകുട്ടികളുടെ ബോർഡിംഗ് സ്കൂളിൽ, സെൻറ്റ് മേരി സ്കൂൾ, മാർക്കറ്റ് റോഡിലുള്ള സെൻറ്റ് മേരി സ്കൂളിൽ ഒരു പ്രോഗ്രാം നടത്താനായിട്ട് അവിടെയുള്ള ടീച്ചേഴ്സ് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ പോയി പ്രോഗ്രാം, കുട്ടികൾക്ക് ധ്യാനം, ഒത്തിരിയൊന്നും അറിയത്തില്ല, പക്ഷേ ഏതാനും വിഷയങ്ങളൊക്കെ വെച്ച് ദൈവസ്നേഹം, യേശു രക്ഷകൻ, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വെച്ച് ധ്യാനം നടത്തി. കുട്ടികളെ കൊണ്ട് ദൈവത്തിനൊരു കത്തെഴുതിപ്പിച്ചു. അപ്പോൾ ആ കത്തെഴുതിപ്പിച്ചപ്പോൾ ആ കത്തിൽ കുട്ടികൾ വളരെ തുറന്നെഴുതിയത് വായിച്ചപ്പോഴാണ് കുട്ടികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലായി. അങ്ങനെ ആ ധ്യാനം വളരെ വിജയമായിരുന്നു. പിന്നീട് എറണാകുളത്ത് തന്നെ പല സ്കൂളുകളും ഞങ്ങളെ വിളിച്ചു. പിള്ളേർ നന്നാകണമെന്നായിരുന്നു അവരുടെ ഉദ്ദേശമൊന്നും എനിക്കറിയത്തില്ല. പിള്ളേർക്ക് നല്ല മാർക്ക് കിട്ടണമെന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് പലവരും ഞങ്ങളെ വിളിച്ചത്. അവരുടെ ലക്ഷ്യം എന്തായിരുന്നാലും ദൈവത്തിൻ്റെ ലക്ഷ്യം അവിടെ നടന്നെന്ന് മനസ്സിലായി. കൂടെ അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ കൂടെ സഹായിക്കാൻ? ടീമംഗങ്ങളൊക്കെ ആയിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നോ? തുടക്കത്തിൽ കുറച്ച് പേരുണ്ടായിരുന്നു. അവരൊക്കെ ഇങ്ങനെ കുട്ടികളോട് താല്പര്യമുള്ളവരെ ചേർത്ത് പിടിച്ച് നമ്മളെന്താ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുത്ത്, ചെറിയ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവരെയും കൂടെ കൂട്ടിയാണ് ചെയ്തത്. ഒരു മണവാളനച്ഛനുണ്ടായിരുന്നു. ചേച്ചി, ക്രിസ്റ്റീൻ എന്ന പേര് വരാൻ എന്താണ് കാരണം? ഇപ്പോൾ എല്ലാവരും ക്രിസ്റ്റീൻ എന്ന് പറയും. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ക്രിസ്റ്റീൻ്റെ ആരംഭം ചേച്ചിയിലൂടെയാണ് കർത്താവ് ചെയ്തത്. എന്തായിരുന്നു അതിന് സാഹചര്യം? ഒരു 1979 മുതലാണ് നമ്മൾ ഈ ധ്യാനങ്ങൾ നടത്താൻ തുടങ്ങിയത്. അങ്ങനെ 10 കൊല്ലം ധ്യാനം നടത്തി കഴിഞ്ഞപ്പോൾ 89 കുട്ടികൾക്കൊരു കൺവെൻഷൻ വെക്കണമെന്ന് തോന്നി. കാരണം വലിയവർക്കെല്ലാം ഭയങ്കര കൺവെൻഷനാണ് അവിടെ, അതുകൊണ്ട് അങ്ങനെ വെക്കണമെന്ന് തോന്നി. അപ്പോൾ അത് അവസാനം വലിയ തോതിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കോട്ടയത്ത് തന്നെ അവിടെ ആ സോണിന് വേണ്ടി വെക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നതിനിടയ്ക്കാണ് ഇങ്ങനെ ഈ കൺവെൻഷന് വേണ്ട ഒരു പേരിനെ കുറിച്ച് ഞങ്ങളിങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ക്രിസ്റ്റീൻ എന്ന പേര് കിട്ടിയത്. ക്രിസ്റ്റീൻ എന്ന പേര് ക്രൈസ്റ്റ് പ്ലസ് ടീൻസ്, കൗമാരപ്രായത്തിലുള്ള പിള്ളേർ. അപ്പോൾ ആ കൺവെൻഷൻ്റെ പേരാണ് ക്രിസ്റ്റീൻ എന്ന സംവിധാനമായിട്ട് മാറിയത്. നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം കർത്താവിൻ്റെ വലിയ പ്രവർത്തനത്തിന്. പിന്നീടത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ എല്ലാം പേര് അത് തന്നെയായി. ഓക്കെ, ചേച്ചി ക്രിസ്റ്റീൻ അങ്ങനെ തുടക്കം കുറിച്ചു. ഞാൻ വീണ്ടും 3ാമത്തെ റൗണ്ടിൽ ചേച്ചിയിലേക്ക് ഞാൻ വീണ്ടും വരുന്നതാണ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. ഞാൻ സ്വീറ്റ്ലി ചേട്ടനിലേക്ക് വരികയാണ്. സ്വീറ്റ്ലി ചേട്ടൻ ഈ ഫിയാത്ത് മിഷൻ ആരംഭിക്കാൻ, ഇപ്പോൾ ഈ ഫിയാത്ത് എന്ന പേരിൽ മിഷൻ ആരംഭിക്കാൻ എന്താണ് സാഹചര്യം ഉണ്ടായത്? ഞാൻ നവീകരണത്തിൽ വന്ന കാര്യം പറഞ്ഞു. അതിനുശേഷം ബിസിനസ്സും അതേപോലെ തന്നെ പ്രെയർ ഗ്രൂപ്പും എല്ലാം ഒന്നിച്ച്, പഠിപ്പും എല്ലാം ഒന്നിച്ച് നടക്കുമായിരുന്നു. ആ സമയത്ത് 2006 ഈ ബിസിനസ്സെല്ലാം വൈൻഡപ്പ് ചെയ്ത് ഒരു മുഴുവൻ സമയം സുവിശേഷകനാകണം എന്നുള്ള ചിന്ത വന്നു. ഞാൻ അങ്ങനെ ഒരു വലിയൊരു പ്രീച്ചറോ അല്ലെങ്കിൽ ഒരു ഹീലിംഗ് മിനിസ്ട്രി നടത്തുന്ന ആളോ ഒന്നുമല്ല. ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവും, ബൈബിൾ വായിക്കും, ബൈബിൾ പഠിക്കും, പ്രെയർ ഗ്രൂപ്പിൽ പോവും. അങ്ങനെ ജീസസ് യൂത്തിൽ പറയുമ്പോൾ 6 പില്ലേഴ്സിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം കുറച്ചുകൂടി സമയം. ബിസിനസ് നല്ല തിരക്കായിരുന്നു, അതിനെല്ലാം മാറി കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ എന്നുള്ള ആഗ്രഹത്തോടു കൂടെ ബിസിനസ്സുകൾ ഓരോന്നോരോന്ന് വൈൻഡപ്പ് ചെയ്തു. 2006 ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ബിസിനസ്സുകളും വൈൻഡപ്പ് ചെയ്ത് ഞാൻ അങ്ങനെ ബാക്കി ആരെങ്കിലും ഇതിന് മുന്നേ മുഴുവൻ സമയം ശുശ്രൂഷരായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രീച്ച് ചെയ്യാൻ പോയിട്ട് സമയമില്ലാതെയാണ് മുഴുവൻ സമയം ശുശ്രൂഷനായിട്ടുള്ളത്. ഞാൻ മുഴുവൻ സമയം ശുശ്രൂഷനാകുന്നത് അങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് ഒന്നുമില്ല, കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം. ഐ വാണ്ട് ടു ബി ടുഗദർ വിത്ത് ഹിം. ആ ഒരൊറ്റ ആഗ്രഹത്തിൽ എല്ലാം വൈൻഡപ്പ് ചെയ്തു. അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ തൃശ്ശൂരാന്ന് പറഞ്ഞല്ലോ, തൃശ്ശൂർ ഇഷ്ടംപോലെ നിത്യാരാധന സെൻറ്റേഴ്സ് ഉണ്ട്. ഏതെങ്കിലും നിത്യാരാധന സെൻറ്ററിൽ ചെന്ന് പ്രാർത്ഥിക്കും. രാത്രി അവസാനത്തെ നിത്യാരാധന ചാപ്പിൽ അടയ്ക്കുന്ന സമയത്ത് തിരിച്ച് വീട്ടിൽ പോരും. അതെൻ്റെ ഒരു റുട്ടീനായി മാറി. എല്ലാ ദിവസവും ആരാധന ചെന്നിരിക്കുക. അങ്ങനെ ഏകദേശം 2 കൊല്ലം ഇരിക്കുന്നതിനിടയ്ക്കാണ് എൻ്റെ പള്ളിയിലൊരു അച്ഛൻ വന്ന്, ഫിയാത്ത് തുടങ്ങാൻ വേണ്ടിയിട്ടല്ല ഞാനൊരു മുഴുവൻ സമയം ശുശ്രൂഷകനായത്, കർത്താവിൻ്റെ കൂടെ ആയിരിക്കുക എന്നുള്ള ആഗ്രഹത്തിന് വേണ്ടിയിട്ടായതാണ്.
എൻ്റെ പള്ളിയിൽ ഒരു അച്ഛൻ വന്ന് പറയാണ്, അച്ഛൻ വർക്ക് ചെയ്യുന്നത് മണിപ്പൂരാണ്, അവിടെ അവർക്ക് സ്കൂളുണ്ട്, കോളേജുണ്ട്, പാരിഷുണ്ട്. പക്ഷേ ആ ട്രൈബൽ ലാംഗ്വേജിൽ ബൈബിളില്ല. ആ ട്രൈബ്സിന് വേണ്ടി കുറേ കാര്യങ്ങൾ അച്ഛന്മാർ ചെയ്യുന്നുണ്ട്, പക്ഷേ ബൈബിളില്ല എന്ന് പറഞ്ഞു. കുർബാനയുടെ ഇടയ്ക്കൊരു ഹോംലിക്ക് പറഞ്ഞു പോയി. ആ പറഞ്ഞപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് കുർബാന കഴിഞ്ഞിട്ട് അച്ഛനെ പോയി കണ്ടു. അച്ഛനോട് പറഞ്ഞു ഞാൻ ആ ബൈബിൾ അടിച്ചുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ബൈബിള് എൻ്റെ വർക്ക് 2006 ഞാൻ ഇറങ്ങി. 2008 ആ ബൈബിളിൻ്റെ വർക്ക് തുടങ്ങി. 2010 ആ ബൈബിൾ ഇറങ്ങി. അത് മാറാം എന്ന് പറഞ്ഞൊരു ഗോത്ര ഭാഷക്കാർക്ക് വേണ്ടിയിട്ടുള്ള ബൈബിളായിരുന്നു. അതായിരുന്നു ആദ്യത്തെ ബൈബിൾ. അങ്ങനെയാണ്. അന്ന് ഫിയാത്ത് എന്നുള്ള പേരില്ല. അതിനുശേഷം ഞങ്ങളൊരു മാഗസിൻ ഇറക്കി ഫിയാത്ത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ബാക്കിയുള്ളവർ ഞങ്ങളെ വിളിക്കാൻ തുടങ്ങി, ഫിയാത്തുകാരെന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ ഫിയാത്ത് മിഷൻ എന്ന് ചേർത്തിട്ട് ഫിയാത്ത് മിഷൻ എന്നുള്ള പേര് സ്വീകരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തുടക്കം. ഓക്കെ. അപ്പോൾ ഫിയാത്ത് മിഷൻ്റെ ആരംഭം നമ്മൾ കണ്ടു. എങ്ങനെയാണ് നമ്മുടെ സ്വീറ്റ്ലി ചേട്ടൻ കർത്താവിൻ്റെ മുമ്പിൽ 2 വർഷക്കാലം അടയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ ഔസേപ്പച്ചൻ ബ്രദറിലേക്ക് പോവുകയാണ്. ഔസേപ്പച്ചൻ ബ്രദർ, തെരുവ് സുവിശേഷ പ്രഘോഷണം ഏത് രീതിയിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് പറയാമോ? മറ്റുള്ളവർക്കെല്ലാം പ്രചോദനം നൽകുന്നൊരു കാര്യമാണ് തെരുവ് സുവിശേഷ പ്രഘോഷണം. എങ്ങനെയാണ് അദ്ദേഹം അത് ചെയ്തതെന്ന് പറയും. ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയത് അങ്ങ് തുടങ്ങാം. വചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കി, പ്രാധാന്യം മനസ്സിലാക്കി, ഇതിൽ ആത്മാവുണ്ട്, ജീവനുണ്ട് എന്നുള്ള ഉറപ്പ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വചനം പറയണമെന്നുള്ള ദാഹം ഇരട്ടിച്ചു. ഞാൻ കോഴിക്കോട് ടൗണിലാണ് താമസിക്കുന്നത്. അങ്ങാടിയിൽ പോകുമ്പോൾ അകത്തോലിക്ക സഭയിലെ പ്രഘോഷകരെ തെരുവുകളിൽ നിന്ന് മനോഹരമായിട്ട് സുവിശേഷം പറയുന്നത് കേൾക്കാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര കൊതി, ഇതുപോലെ പ്രസംഗിക്കണം. അങ്ങനെ ഈ ആഗ്രഹമായിട്ട് നടന്നു. ഒരു ദിവസം ഞാനൊരു ഹാൻഡ് മൈക്ക് മേടിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ മൈക്കുമായിട്ട് ആരോടും പറയുന്നില്ല. നേരെ ഞാൻ ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന്. അങ്ങാടിയിൽ വന്നു. മാനഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, വരുന്ന ബസ്സിനൊക്കെ നിറച്ച ആളാണ്. എനിക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടുന്ന ഒരു ബസ് വന്നാൽ ഞാൻ ആ ബസ്സിൽ കയറും. അത് എങ്ങോട്ട് പോകുന്നോ അങ്ങോട്ടുള്ളൊരു ടിക്കറ്റ് എടുക്കും. എവിടെ ആൾ കൂടുതലുണ്ടോ അവിടെ ഞാൻ ഇറങ്ങും, അവിടെ ഞാൻ വചനം പറയും. ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തു. അങ്ങനെ ഇരിക്കുമ്പം ബേപ്പൂർ ഭാഗത്തേക്ക് ഒരു ബസ് വന്നു. ഞാൻ ആ ബസ്സിൽ കയറി. കുറേ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നല്ല ഒരു ആളുള്ള ഒരു ടൗൺ, അവിടെ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഒരു സത്യം മനസ്സിലായത്. ആ ഇടയ്ക്കാണ് മാറാട് സംഭവം നടന്നത്. മാറാടെന്ന് പറഞ്ഞ സ്ഥലം മുസ്ലിങ്ങളും ഹിന്ദുക്കളും മാത്രമുള്ളൊരു സ്ഥലമാണ്. മഷിയിട്ട് നോക്കിയാൽ പോലും ഒരു ക്രിസ്ത്യാനി ഇല്ലാത്തൊരു സ്ഥലമാണ് അവിടെ. അതിനടുത്തുള്ളൊരു സ്ഥലത്താണ് ഞാൻ പോയി ഇറങ്ങിയത്. അപ്പോഴേക്കും എനിക്ക് ഭയം വരാൻ തുടങ്ങി. ഞാൻ ഉടനെ എന്ത് ചെയ്തു? വചനത്തിൻ്റെ ശക്തി എനിക്കറിയാമായിരുന്നത് കൊണ്ട് ലൂക്ക 10:19 പറഞ്ഞ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും 3-4 പ്രാവശ്യം നടന്നു. പാമ്പുകളുടെയും തേളുകളുടെയും ദുഷ്ടന്റെ സകല ശക്തിയുടെ മേൽ ചവിട്ടി നടക്കാൻ എനിക്ക് അധികാരം തന്നിരിക്കുന്നു. റോമർ 16:20 പറയുന്നു, പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയുമെന്ന്. ഈ 2 വചനം പറഞ്ഞ് ഞാൻ അങ്ങാടി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 പ്രാവശ്യം നടന്നപ്പോൾ എനിക്ക് നല്ലൊരു ധൈര്യം കിട്ടി. പിന്നെ ഞാൻ നോക്കി എവിടെയാണ് നിൽക്കാൻ പറ്റിയ സ്ഥലമെന്ന് നോക്കിയപ്പോൾ അവിടെ ഉന്തുവണ്ടിക്കാർ പഴം പച്ചക്കറികളൊക്കെ വിൽക്കുക. അപ്പോൾ അവിടെ നിൽക്കാൻ സ്ഥലമില്ല. അപ്പം ഞാൻ ഒരാളുടെ അടുത്ത് നിന്ന് ചോദിച്ചു, എനിക്ക് ഇവിടെ നിൽക്കാൻ ഒരല്പം സ്ഥലം തരാമോ? അയാൾ എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് കോളാമ്പി ടൈപ്പിലുള്ളൊരു ഹാൻഡ് മൈക്കായിരുന്നു. ഞാൻ ബാഗ് തുറന്ന് ഈ മൈക്ക് എടുത്തിട്ട് പറഞ്ഞു, ഞാനിവിടെ ആളെ കൂട്ടിത്തരാം. എനിക്കങ്ങനെ പറയാനാണ് തോന്നിയത്. അപ്പോൾ ഇയാൾ വിചാരിച്ച് കാണും ഇവനെന്തോ പാട്ടുകാരനോ ഡാൻസുകാരനോ എന്തെങ്കിലും ആയിരിക്കും, കഥാപ്രസംഗനോ വല്ലതും ആയിരിക്കും. അപ്പോൾ ഇവനിവിടെ എന്തെങ്കിലും അഭ്യാസം കാണിക്കും, ജനമല്ല ഇഞ്ഞ് വരും, ഞങ്ങളുടെ കച്ചവടം നടക്കുമെന്ന് ഇവൻ വിചാരിച്ച് കാണും. ഇവൻ ഉടനെ അടുത്ത് ഉള്ളവനോട് പറഞ്ഞു, ഇച്ചിരി മാറ്റടാന്ന് പറഞ്ഞത് മാറ്റി. ഇയാൾ ഇച്ചിരി മാറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞ് ഈ മൈക്ക് വെക്കാനൊരു തക്കാളിപ്പെട്ടി തരാമോ എന്ന് ചോദിച്ചു. 1 വെച്ചപ്പം പൊക്കവും കുറവാണ്, 2 വെച്ചപ്പം അതിനും പൊക്കമില്ല. അങ്ങനെ ആവശ്യത്തിന് തക്കാളിപ്പെട്ടി വെച്ച് ഇയാൾ എനിക്ക് സൗകര്യം ചെയ്തു തന്നു. ഞാനത് കഴിഞ്ഞ് ചെയ്തത് എന്താണെന്നറിയാമോ? ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ചത്തു, വചനം പറഞ്ഞേ ഞാൻ പോകുള്ളൂ. ഇത് ഞാനവിടെ മനസ്സുകൊണ്ട് പറഞ്ഞിട്ട് സമ്പൂർണ്ണ ബൈബിള് ബാഗിൽ നിന്നെടുത്തു. ഒരൊറ്റ ക്രിസ്ത്യാനി ഇല്ലാത്ത സ്ഥലമാണെന്ന് ഓർക്കണം. അതെടുത്ത് പൊക്കി അങ്ങ് പിടിച്ചപ്പോൾ തന്നെ എൻ്റെ അവശേഷിച്ച ഭയം കൂടെ വിട്ടുപോയി. ഈ ബൈബിള് പൊക്കി പിടിച്ചുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു,
ഈ ബൈബിളുമായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഞാനൊരു ക്രിസ്ത്യാനിയാണ്. തോമാശ്ലീഹ വന്നതിന് ശേഷമേ ഇവിടെ ക്രിസ്ത്യാനിയുള്ളൂ. അതിനു മുമ്പ് ക്രിസ്ത്യാനി ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെയൊക്കെ പൂർവികരെ നായന്മാരോ ഈഴവരോ അങ്ങനെയുള്ള ഏതെങ്കിലും ജാതിക്കാരായിരുന്നിരിക്കും. അപ്പോൾ എൻ്റെ ശരീരത്തിൽ ഓടുന്നത് ഭാരതീയ രക്തമാണ്, നിങ്ങൾ എന്നെ അന്യനായിട്ട് കാണരുത്. മുസ്ലിം സഹോദരന്മാരോട് പറഞ്ഞു, നമ്മളൊരു ബാപ്പാൻ്റെ മക്കളാണ്, നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ടവരാ, അന്യനായിട്ട് കാണരുത്. ഹൈന്ദവ സഹോദരന്മാരോട് പറഞ്ഞ് ഞാനൊരു ഭാരതീയനാ, അവിടെ നിങ്ങൾ എന്നെ അന്യനായിട്ട് കാണരുത്. അതിനുശേഷം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വർഷം 7 പേരെ കൊന്നു, അതിന് പകരം ഈ വർഷം 9 പേരെ കൊന്നു. ഇവിടെയുള്ള പോലീസുകാരെ പിൻവലിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ വീണ്ടും കൊലപാതകം നടക്കും. ഇതിനൊരു ഉത്തരം തരാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം, എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം. കുരിശിൽ കിടന്നുകൊണ്ട് യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന പറഞ്ഞുകൊണ്ട്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള ആ പ്രാർത്ഥന പറഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്ന സ്നേഹം ഒരു 3/4 മണിക്കൂർ പ്രസംഗിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഒരു പൂന്തോട്ടത്തിൽ പലതരത്തിലുള്ള പൂക്കളുണ്ട്. ഈ പലതരത്തിലുള്ള പൂക്കളാണ് ആ പൂന്തോട്ടത്തെ മനോഹരമാക്കുന്നത്. ഇവിടെയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കുന്നതാണ് സ്വർഗം സന്തോഷിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. പ്രസംഗം കഴിഞ്ഞപ്പോൾ ചുറ്റും നിന്നവർ പറഞ്ഞു, ഇങ്ങനെയുള്ള പ്രാസംഗികരെയാണ് ഇവിടെ ആവശ്യം, അടുത്ത അങ്ങാടിയിൽ നിങ്ങൾ പോയി പ്രസംഗിക്കണം. എൻ്റെ ആദ്യത്തെ തെരുവ് പ്രസംഗമാണ്. ഞാൻ വീണ്ടും വരാം. ആദ്യത്തെ ഒരു സുവിശേഷ പ്രഘോഷത്തിൻ്റെ ആവേശം ഇപ്പോഴും ചോർന്നിട്ടില്ല, അല്ലേ? ഇപ്പോഴും ചോർന്നിട്ടില്ല. അത്ഭുതം തോന്നുന്നു. നമുക്കൊരു നല്ല കയ്യടി അദ്ദേഹത്തിന് കൊടുക്കാം. നിർഭാഗ്യവശാൽ നമുക്ക് സമയവും ഇല്ല. നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. വീണ്ടും നമുക്ക് നമ്മുടെ ട്രീസു ചേച്ചിയിലേക്ക് പോവുകയാണ്. ട്രീസു ചേച്ചിയുടെ കുടുംബത്തിൽ ഈ ജീവകാരുണ്യ ശുശ്രൂഷകൾ ആരംഭിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ട്രീസു ചേച്ചി ചെയ്യുന്നത്? ശുശ്രൂഷകൾ തുടങ്ങിയ കാര്യം പറഞ്ഞ് ചുരുക്കി ഒന്ന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകളൊന്ന് പരിചയപ്പെടുത്തുമോ? ഇപ്പോൾ ഈ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ, അതുപോലെ കൗൺസിലിംഗ് ഇതുണ്ട്, എന്ന് പറഞ്ഞാൽ ഡിപ്രഷനായിട്ട് ആത്മഹത്യക്ക് ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ വീട്ടിൽ ചേർത്ത് പിടിച്ചിരിക്കും. സെന്റർ ആയിട്ടുണ്ട്. സെന്ററിന്റെ പേരുണ്ടോ? കരുണാഭവൻ എന്ന് പറയും. അപ്പൊ ഈ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ വേസ്റ്റ് ബക്കറ്റിലോ ഓടകളിലോ ബാത്റൂമിലൊക്കെ കിട്ടുന്ന കുഞ്ഞുങ്ങൾ. ഇപ്പൊ എത്ര പേരുണ്ട്? എനിക്ക് ഇപ്പം നിലവിൽ 18 കുട്ടികൾ. അതിനകത്ത് പട്ടിക്കുട്ടി പൂട്ടിയിട്ട ഒരു കുഞ്ഞുണ്ടായിരുന്നു. അതുപോലെ തന്നെ അമ്മയുടെ ഉദരത്തിൽ ആയിരുന്നപ്പോൾ തന്നെ അബോർഷൻ ചെയ്യാനായിട്ട് തുടങ്ങി, സാധിക്കാതെ വന്ന് ജനിച്ചതിൻ്റെ 8ാം ദിവസം കിട്ടിയൊരു മോന്. അവന് കുറേ പ്രോബ്ലങ്ങളുള്ള കുഞ്ഞുങ്ങളാണ്. പക്ഷേ ഇവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ആത്മീയ തലത്തിലേക്ക് അവരെ നയിക്കും. പ്രായമുള്ളവരും ഉണ്ടോ വീട്ടിൽ? ഉണ്ട്. എത്ര പേരുണ്ടാവും? പ്രായം ചെന്നവര് 40 പേര് അമ്മച്ചിമാരാണ്. അവരുടെ കൂടെ തന്നെയാണ് ട്രീസു ചേച്ചി താമസിക്കുന്നതോ? താമസിക്കുന്നത് വീടുണ്ട്. ഇവർക്ക് പ്രത്യേക സ്ഥലമുണ്ട്. ഇപ്പോൾ കുടുംബം എങ്ങനെയാണ് ചേച്ചിയുടെ കൂടെ ഈ ശുശ്രൂഷയിൽ സഹായിക്കുന്നത് ഒന്ന് പറയൂ. എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന യേശുപിതാവിൻ്റെ അതേ ഇതാണ്, എന്തിനും ശാന്തമായിട്ട് നിൽക്കുന്ന ഒരാൾ. പിന്നെ മക്കൾ 2 പേര്, അവരും ഇതേ അനുഭവത്തിൽ ദൈവാനുഭവത്തിലുള്ള കുഞ്ഞുങ്ങളാണ്. എല്ലാം ഫുൾ സപ്പോർട്ടായിട്ട് എനിക്ക് ഉണ്ട്. കുടുംബം ഒന്നിച്ച് ശുശ്രൂഷയിലാണ്. മക്കളും ഇതുപോലെ കാര്യങ്ങളിലൊക്കെ ഈ കുട്ടികളെ നോക്കാൻ കാര്യങ്ങൾക്കും. മോൻ ഇപ്പം കാനഡയിലാണ്, അവിടുത്തെ സിറ്റിസനാണ്. മോൻ്റെ കുഞ്ഞാണ് ഞാൻ പറഞ്ഞത്, ഒത്തിരി സ്തുതിപ്പ് കാര്യങ്ങൾ. പിന്നെ മോളുണ്ട്. അപ്പം ഈ മോളെ ഇത് ഇനി മുന്നോട്ട് എങ്ങനെ പോകും? കാരണം ഞാനിപ്പോൾ ശുശ്രൂഷ തുടങ്ങിയിട്ട് 30 വർഷമായി. 30 വർഷമായി. അപ്പം ഞാനിങ്ങനെ ഓർത്തു ഇത് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ ആ സമയത്ത് മോളെ കെട്ടിച്ചു വിട്ടിരിക്കുന്ന മലപ്പുറത്താണ്. അപ്പോൾ മോളെന്നെ വിളിച്ചു, അമ്മച്ചി ഒത്തിരിയധികം കുഞ്ഞുങ്ങൾ ഇന്ന് ഡ്രഗ്സ് അതുപോലെയുള്ള മയക്കുമരുന്നിന് അടിമകളാകുന്നുണ്ടല്ലോ, എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യണ്ടേ എന്ന് എന്നോട് മോള് ചോദിക്കുന്നു. എൻ്റെ മനസ്സിലുണ്ട് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം മോളെന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് സാധിക്കുമോ ഇത് കണ്ടിന്യൂഷനായിട്ട് നിനക്ക് കൊണ്ടുപോകാൻ? അന്നേരം മോളെന്നോട് പറഞ്ഞു, അമ്മച്ചി റെഡിയാ, എല്ലാം സെറ്റാക്കിക്കോ, ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ മക്കൾ കൂടെയുണ്ട്. ഇപ്പോൾ ആ കരുണാഭവനിൽ എത്ര പേരുണ്ടാവും മൊത്തം എല്ലാവരും കൂടെ? എല്ലാ വിഭാഗത്തിലും 70 പേരുണ്ട്. വളരെ സന്തോഷത്തോടെ കരുണാഭവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, കരുണാഭവനെ സഹായിക്കാം. ശുശ്രൂഷകളിൽ ഈ ഒരു കുടുംബം നേരിട്ടിറങ്ങി കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിച്ചതിൽ
നമുക്ക് എല്ലാവർക്കും കരിസ്മാറ്റിക്കുകാരൻ എന്ന നിലയിൽ, ഞാനൊരു കരിസ്മാറ്റിക്കുകാരൻ എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ കൂടെയുള്ള ഒരു സഹോദരി ചെയ്യുന്ന ഈ ശുശ്രൂഷയിൽ അഭിമാനിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന് നല്ലൊരു ഹല്ലേലൂയ പറയാം. ഒന്നുകൂടി. ഓക്കെ ചേച്ചി എനിക്കിനി മേരിക്കുട്ടി ചേച്ചിയോടാണ്. നമുക്ക് ആകെ 5 മിനിറ്റേ ഉള്ളൂ. ഉള്ള സമയം കൊണ്ട് നമുക്ക് തീർക്കാം. മേരിക്കുട്ടി ചേച്ചി ഇപ്പോൾ ചെയ്യുന്ന ശുശ്രൂഷകൾ എന്തൊക്കെയാണെന്ന് ചുരുക്കി ഒന്ന് പറയാമോ? ഇപ്പം നമ്മൾ ഇപ്പോൾ 50 വർഷമായല്ലോ. അപ്പോൾ ഈ വർഷങ്ങളുടെ ഉള്ളിൽ ഒന്നാമത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ക്രിസ്ത്യൻ ധ്യാനത്തിനാണ്, ടീനേജിലുള്ള കുട്ടികൾക്ക്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം മനസ്സിലായി അവർ വരുമ്പോഴത്തേനും കുറേ വഷളായിട്ടാണ് വരുന്നത്. അപ്പം വഷളാകാതെ അതിന് മുമ്പ് എങ്ങനെ കിട്ടും? അപ്പോൾ ചെറിയ കുട്ടികൾക്കും ധ്യാനം വെച്ചു. അതിന് ഏഞ്ചൽസ് ധ്യാനം. അപ്പോൾ 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ധ്യാനത്തിന് ഏഞ്ചൽസ് ധ്യാനം. 9 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ടീൻസ് ക്രിസ്ത്യൻ ധ്യാനം. പിന്നെ അത് ഇങ്ങനെ ധ്യാനങ്ങളുടെ എണ്ണമൊക്കെ കൂടിയപ്പോൾ ഇത് നടത്താൻ ധാരാളം പേരെ വേണമല്ലോ. അതുകൊണ്ട് നമ്മൾ ഓൾ കേരള തലത്തിൽ ആനിമേറ്റേഴ്സ് ട്രെയിനിങ് വെച്ചു. അതെല്ലാ വർഷവും ഒരു 2 എണ്ണമൊക്കെ ഉണ്ടാകും. ഒരു 100 പേര് 50 പേരൊക്കെ വെച്ച് വരും. അധികവും വരുന്നത് സിസ്റ്റേഴ്സും ബ്രദർ ശമാഷന്മാരും ഒക്കെയാണ്. കുറച്ച് അൽമായർ കാണും, കാറ്റക്കിസം ടീച്ചേഴ്സ് കാണും. അങ്ങനെ ഒരു 10,000-ത്തിലധികം പേരെ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ആനിമേറ്റേഴ്സായിട്ട് 10,000 പേരെ കണ്ടെത്തി കഴിഞ്ഞു. ഒരു വലിയ കയ്യടി നമുക്ക് കൊടുക്കാം കർത്താവിന്. അവരെല്ലാവരും എവിടെയെങ്കിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ പോൾ മുണ്ടോലിക്കൽ അച്ഛനോട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ക്രിസ്ത്യൻ്റെ ട്രെയിനിങ് കൂടിയ 30 പേര് എൻ്റെ രൂപതയിലുള്ളവർ, 10-30 വർഷം മുമ്പത്തെ കാര്യമാണ് അച്ഛൻ പറയുന്നത്. അവരെല്ലാവരും ഇപ്പോൾ ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിലെ വലിയ ആളുകളാണ്, സുവിശേഷ പ്രഘോഷണം. ഓക്കെ. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനത്തെ ധ്യാനങ്ങളൊക്കെ നടത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. 60 വയസ്സ് കഴിഞ്ഞവർ 2ാം ബാല്യത്തിലേക്ക് പ്രവേശിക്കുന്നു. അവരെ ശ്രദ്ധിക്കാനും അവരുടെ മധ്യസ്ഥ പ്രാർത്ഥന നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും കിട്ടാനും നല്ല സാധ്യതയുള്ളത് കൊണ്ട് ഇപ്പോൾ തലശ്ശേരിയിലുള്ള ക്രിസ്ത്യൻ ടീമാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. 60 വയസ്സ് കഴിഞ്ഞവരെ കൊറോണ പള്ളികളിൽ, അപ്പോൾ 2-3 പള്ളികളിലെയും കൂടെ വരുമല്ലോ, അങ്ങനെ അവരെ ഒരുമിച്ച് കൂട്ടിയിട്ട് സക്കറിയാസ് ധ്യാനം. സക്കറിയാസ് എന്ന് പറയുന്നത് നമ്മുടെ സക്കറിയാസ് പുതിയ നിയമത്തിലെ ആദ്യം കാണുന്ന സക്കറിയാസ് തന്നെ. അപ്പം സക്കറിയാസ് കുറച്ച് പ്രായമായി കഴിഞ്ഞാണല്ലോ ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഉണ്ടായതുമൊക്കെ. അപ്പോൾ ആ വിധത്തിലാണ് ആ ഒരു പേര്. അപ്പോൾ എനിക്ക് തോന്നുന്നു മേരി ചേച്ചി ഇവിടെയുള്ള ഭൂരിഭാഗം പേരും സക്കറിയാസ് ധ്യാനം കൂടാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. ആര് വേണമെങ്കിലും അത് നിങ്ങളുടെ ഇടവകയിൽ വികാരിയച്ഛനുമായിട്ട് പറഞ്ഞിട്ട് കൊറോണ പള്ളികളിൽ ഓർഗനൈസ് ചെയ്താൽ ഞങ്ങൾ വരും, നടത്തി തരും. അനുഗ്രഹമാണ്, ഭയങ്കര അനുഗ്രഹമാണ്. അമ്മച്ചിമാരൊക്കെ സ്റ്റേജിൽ നിന്ന് നാടി പാടി നല്ല സൂപ്പർ ധ്യാനമാണത്. പിന്നെ നമ്മൾ ഇപ്പം ചെയ്യുന്ന 2012 മുതൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. 2012 ലോക സുവിശേഷവൽക്കരണം 2033 എന്ന ലേബലിൽ നമ്മൾ പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അധികം ലീഡേഴ്സിന് വേണ്ടിയാണ്. ഇവിടെ ഡിവൈനിൽ വെച്ച് 2014 3000 പേരുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. 500-ലധികം സിസ്റ്റേഴ്സും 100-ലധികം വൈദികരും ഒക്കെ വന്ന ഒരു പ്രോഗ്രാം. അതിൻ്റെ എല്ലാം ഉദ്ദേശം സുവിശേഷം പ്രഘോഷിക്കാൻ ധാരാളം പേരെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോകാൻ വേണ്ടി പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. അതെല്ലാ വർഷവും എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാം, പവർ ഇവാഞ്ചലൈസേഷൻ പ്രോഗ്രാം എന്നാണ് ആ പ്രോഗ്രാമുകളുടെ പേര്. പക്ഷെ ലക്ഷ്യം ലോക സുവിശേഷവൽക്കരണം. 2033 ഈശോയുടെ മരണത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെ എല്ലാം 2000 വർഷം തികയുകയാണ്. അപ്പോഴേക്കും ലോകത്തെ സുവിശേഷവൽക്കരിക്കപ്പെട്ടതാകുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ കാര്യമാണ്. വളരെ സന്തോഷം മേരി ചേച്ചി നമ്മൾ ഈ സമയം അവരുടെ പ്രവർത്തനങ്ങൾ പങ്കുവച്ചതിന്. അവിടെ 24 മണിക്കൂർ ആരാധനയുണ്ട്.
700 പേർക്ക് താമസിച്ച് ധ്യാനം നടത്താൻ പറ്റുന്ന ഒരു സ്ഥലം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഞാൻ ആദ്യം ഇപ്പോൾ ക്രിസ്റ്റീൻ ആയിരിക്കുന്ന സെൻറ്ററിൽ, നിങ്ങളൊക്കെ അറിയുന്ന ഒരാളായിരിക്കും, സന്തോഷ് ടി, പിന്നെ ആ ചേട്ടൻ്റെ പേര് ബിജു ടി, ബിജു എവിടെയോ ഉണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലായിരുന്നു, വേറൊരിടം ഇല്ലാതിരുന്നത് കൊണ്ട് ഓഫീസും പ്രവർത്തനങ്ങളും, ചെറിയൊരു വീട്ടിൽ. ഇപ്പോൾ അതേ വീടിൻ്റെ സ്ഥലത്താണ് ഈ 700 പേർക്ക് ഉള്ള ധ്യാന കേന്ദ്രമുള്ളത്. അവർ ഒരു കുടുംബമായിരിക്കെ ഈ ചേച്ചി പറഞ്ഞതുപോലെ ഫുൾ ടൈം ഇവാഞ്ചലൈസേഷനിൽ ബിജു ജോലി VRS എടുത്തു, സന്തോഷ് ജോലിക്ക് പോയില്ല. സ്പോർട്സ് ഫീൽഡിൽ നല്ല ജോലി കിട്ടിയ സാഹചര്യത്തിൽ വേണ്ടെന്ന് വെച്ചതാണ്. പക്ഷേ അവർക്കും ഉണ്ട് കുഞ്ഞുങ്ങളുമൊക്കെ. പക്ഷെ അവർ ഫുള്ളി കമ്മിറ്റഡ് ആണ്. അപ്പം വീടുകൾക്ക്, കുടുംബങ്ങൾക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ നല്ല ഒരു ഉദാഹരണമാണ് അവരുടെ ജീവിതവും അവരുടെ സമർപ്പണവും. അവർക്കുള്ളതൊക്കെ അതിനുവേണ്ടി സമർപ്പിച്ചേക്കുവാണ്. സത്യത്തിൽ എന്നെക്കാളും കൂടുതൽ ത്യാഗമെടുക്കുന്നതും പ്രവർത്തിക്കുന്നതും അവരാണ്. ഞാനിങ്ങനെ ഇച്ചിരി സൂപ്പർഫ്ലൂവസായിട്ടൊക്കെ നടക്കുന്ന കൂട്ടത്തിലാണ്. എങ്ങനെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കും എന്ന് സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ താമസിക്കുന്നതും ആ വീട്ടിലാണ് കേട്ടോ. ലോകത്തിൽ ഒരിടത്തും അങ്ങനെ ഒരു താമസവും ഇതൊന്നും കാണിയല്ല. എന്നോട് ഈശോ പറഞ്ഞു, നീ ആദ്യം സുവിശേഷം പ്രഘോഷിക്കുക, ദൈവരാജ്യം ആദ്യം സീക്ക് ചെയ്യുക, അപ്പം ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വന്ന് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞാൻ എൻ്റെ വീടും എല്ലാം ഉപേക്ഷിച്ച് ഞാൻ കോട്ടയത്തേക്ക് വന്നു. പക്ഷേ ദൈവം എനിക്കവിടെ വീട്, മാതാപിതാക്കൾ, എനിക്ക് എൻ്റെ സ്വന്തം എന്ന് പറയാവുന്ന ധാരാളം വീടുകൾ കേരളത്തിലും ലോകത്തിൽ 40 രാജ്യങ്ങളിലുണ്ട്. ഇത് കർത്താവിൻ്റെ വാഗ്ദാനം കർത്താവ് നിറവേറ്റും. ഞാൻ വിശ്വസിച്ച 4 ക്രിസ്മസിൻ്റെ തലേന്ന് എനിക്ക് കിട്ടിയ വചനമാണ്, ദൈവത്തിൻ്റെ രാജ്യവും നീതിയും ആദ്യം അന്വേഷിക്കുക, ബാക്കിയുള്ളത് കൂട്ടിച്ചേർക്കപ്പെടും. ഈ ഒരു ലോക സുവിശേഷവൽക്കരണം എന്നുള്ള ആഗ്രഹം കർത്താവിൻ്റെ തന്നെ, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക, അത് പ്രാവർത്തികമാക്കാൻ ഒരമനസ്സ് കാണിച്ചപ്പോൾ ദൈവം ഒരുപാട് സ്റ്റെപ്പ് ഇങ്ങോട്ട് എടുത്തിട്ടാണ് ഇങ്ങനെ ഉള്ളം കയ്യിൽ എന്നെ കൊണ്ടു നടക്കുന്നത്. ഓക്കെ ചേച്ചി, വളരെ സന്തോഷം. ചേച്ചി പറഞ്ഞതെല്ലാം നമ്മൾ കേട്ടു, കർത്താവിൻ്റെ വഴികൾ. ചേച്ചിയെ എനിക്ക് അടുത്തറിയാം. 40ഓളം രാജ്യങ്ങളിൽ എനിക്കറിയാവുന്ന 65 ലക്ഷത്തോളം കുട്ടികളെ ചേച്ചി ധ്യാനിപ്പിച്ചു എന്നാണ്. എത്ര വലിയ അത്ഭുതകരമായ ദൈവിക പരിപാലന നടത്തിപ്പുമാണ്. നമുക്കൊരിക്കൽ കൂടി ചേച്ചിയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഹാലലൂയ. അത് പറയുക ഹാലലൂയ. വീണ്ടും നമ്മൾ നമ്മുടെ ഫിയാത്തിൻ്റെ മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹമുണ്ടാകും. ചുരുക്കി ഒന്ന് സ്വീറ്റ്ലി ബ്രദർ പറയും, ഫിയാത്ത് മിഷൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് ചുരുക്കി പറയാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ആദ്യം ബൈബിൾ അടിച്ചത് മറാം എന്ന ഭാഷയിൽ ഇൻഫാൽ ഡൈസ്, മണിപ്പൂരിന് വേണ്ടി. ഞാൻ പെട്ടെന്ന് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറയാണ്. ഇപ്പോൾ ഇന്ത്യയിലത്തെ 27 ഭാഷകളിൽ, ട്രൈബൽ ലാംഗ്വേജസും പ്രധാനപ്പെട്ട ലാംഗ്വേജായിട്ട് 27 ഭാഷകളിൽ ബൈബിൾ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. 27 ഭാഷകളിൽ ബൈബിൾ അടിച്ചു കഴിഞ്ഞു. നമുക്ക് സന്തോഷത്തോടെ അതുപോലെ തന്നെ ആഫ്രിക്കയിൽ 7 ഭാഷകളിലും നമ്മൾ ബൈബിൾ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫ്രഞ്ച് ഭാഷയിലുള്ളത്. അതായത് ആഫ്രിക്കയ്ക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഫ്രഞ്ച് ഭാഷയിലുള്ള ബൈബിളും അത് ഏകദേശം 22 രാഷ്ട്രങ്ങളിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ബൈബിളായിട്ട് പ്രിൻ്റ് ആയിട്ട്. അത് പല സ്ഥലത്തും ബൈബിൾ പ്രിൻ്റ് ചെയ്തിട്ട് ഇതുവരെ ബൈബിൾ ഇറങ്ങാത്ത സ്ഥലത്ത്, ഇപ്പോൾ മറാം എന്ന് പറഞ്ഞ ഭാഷയിൽ ബൈബിൾ ഉണ്ടായിരുന്നില്ല എന്ന പോലെ പല ഗോത്ര ഭാഷകളിലും ഇതിന് മുന്നേ ബൈബിൾ ഇറങ്ങാത്ത സ്ഥലത്തേക്കാണ് നമ്മൾ ബൈബിൾ പ്രിൻ്റ് ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. ആദ്യം തുടങ്ങുന്ന സമയത്ത് 3000 കോപ്പിയായിരുന്നു ആദ്യത്തെ ബൈബിൾ അടിച്ചതെങ്കിൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ കർത്താവ് വളർത്തി അങ്ങനെ 10,000 ബൈബിൾ വരെ എല്ലാ മാസവും അടിക്കാൻ നോക്കത്തിലായി. ഇപ്പോൾ ഏകദേശം 50,000 ബൈബിള് എല്ലാ മാസവും അടിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്തക്കവണ്ണം കർത്താവ് വളർത്തി. കർത്താവ് നന്ദി പറയാം. 6 ലക്ഷത്തോളം ബൈബിളാണ് ഇപ്പോൾ അടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ പ്രസ് ആദ്യം നമ്മൾ പുറത്തൊരു പ്രസ്സിലാണ്, ഡിവൈനിലായിരുന്നു ആദ്യത്തെ ബൈബിൾ പ്രിൻ്റ് ചെയ്തത്. ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ബൈബിൾ പ്രിൻ്റ് ചെയ്ത് തരാൻ പറ്റാതെ വന്നപ്പോൾ ചങ്ങനാശ്ശേരി ഡയസിൻ്റെ ബൈബിൾ പ്രസ്സിലും പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങി. ഈ 2 സ്ഥലത്തും പ്രിൻ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ബൈബിൾ കിട്ടാതെ വന്നപ്പോൾ മൂന്നാമത് അങ്കമാലി പ്രൈവറ്റ് പ്രസ്സിലും കൂടെ 3 സ്ഥലത്താണ് ബൈബിൾ പ്രിൻ്റ് ചെയ്തിരുന്നത്. ബൈൻഡിങ് യൂണിറ്റ് ആദ്യം തുടങ്ങി. 2011 കൂടെ ബൈൻഡിങ് യൂണിറ്റ് തുടങ്ങി. അത് കഴിഞ്ഞ ശേഷം ആ 3ാമത്തെ പ്രസ് നമ്മൾ മേടിച്ചു. അങ്ങനെ 3ാമത്തെ പ്രസ്സിൽ പിന്നെയും മിഷനുകളൊക്കെ മേടിച്ച് അവിടെയാണ് ബൈബിൾ പ്രിൻ്റിങ് നടത്തിയിരുന്നത് അങ്കമാലിയിൽ. അവിടെ നിന്ന് അത് വാടകയ്ക്കായിരുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ അത് ഒറീസയിലാണ് ഇപ്പോൾ പ്രസ് നിൽക്കുന്നത്. ഞങ്ങളുടെ ഒരു വലിയ പ്രാർത്ഥനയും പരിശ്രമവും ഈ ഒരു 2027-28 ആകുമ്പോഴേക്കും 5 ലക്ഷം ബൈബിൾ ഒരു മാസം അടിക്കാൻ പറ്റും.
പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സമയം ഒത്തിരി വൈകി. നമുക്ക് വേണ്ടി ഈ 4 പേരും ഒത്തിരി ത്യാഗം എടുത്തിട്ടാണ് ദൂരദേശങ്ങളിൽ നിന്ന് നമ്മുടെ സ്വീറ്റ്ലി ബ്രദർ ഹൈദരാബാദിൽ നിന്ന് ഇതിനു വേണ്ടി മാത്രം എത്തിയതാണ്. അപ്പോൾ ഒത്തിരി ത്യാഗത്തോടെ തന്നെ എത്തിച്ചേർന്ന ഈ 4 പേർക്കും ഹൃദയം നിറഞ്ഞ നന്ദി KCSCയുടെ പേരിൽ രേഖപ്പെടുത്തുകയാണ്. ഇവരെല്ലാവരെയും കർത്താവ് പുതിയ തുടക്കം കുറിക്കാനായിട്ട് അനുവദിച്ചതുപോലെ നമുക്കും സ്വപ്നം കാണാം. നമ്മളിലൂടെയും കർത്താവ് പുതിയ തുടക്കങ്ങൾ കുറിക്കട്ടെ. നമുക്കും ലഭിച്ച ദൈവാനുഭവങ്ങൾ പുതിയ തുടക്കങ്ങൾക്ക് കാരണമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.